ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ അവലോകനം കഴിഞ്ഞപ്പോൾ പാർട്ടിയും അത്തരത്തിലൊരു രേഖയൊക്കെ പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ന്യൂനപക്ഷ പ്രീണനം വൻതോതിൽ CPM-നെ ഈ ഹൈന്ദവ വോട്ടുകൾ അകറ്റുന്നതിൽ നിന്ന് വലിയ കാരണമായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്തെടുത്തു നോക്കിയാലും പലസ്തീനു വേണ്ടി വലിയ മുറവിളി, ഇസ്രായേലിനെതിരെ കൊടുമ്പിരി കൊണ്ട ആക്രമണം, ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം CPM നിലകൊള്ളുന്നു എന്ന ഒരു തോന്നൽ, ആ തോന്നൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി ഇവിടെ നൽകപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈഴവ ബെൽറ്റുകളിലൊക്കെ ഉണ്ടായ വോട്ട് ചോർച്ച, അത് CPM-ന്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കായി കരുതിയിരുന്ന മേഖല, അവിടെ നിന്നൊക്കെ വൻതോതിൽ കൊഴിഞ്ഞുപോക്കുണ്ടായി. ആ വോട്ടുകളൊക്കെ BJP-യിലേക്ക് ചെന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനം തെറ്റായി എന്ന് സമ്മതിക്കാൻ ഈ ഘട്ടത്തിൽ CPM തയ്യാറാകുമോ? ഇതിനകത്ത് BDJS ഉണ്ടായിട്ട് എന്ത് നേട്ടം ഉണ്ടായി? ഇപ്പോൾ BDJS BJP വിടുന്നു എന്നുള്ള ശ്രുതിയൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട്. അതുപോലെ തന്നെ ശ്രീനാരായണിൽ ബഹുഭൂരിപക്ഷ ആളുകൾ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ്. അത് എന്നും അങ്ങനെ തന്നെയാണ്. ആശയങ്ങളുടെ മണ്ണിലാണ് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നൊരു ശ്രുതിയൊക്കെ ഇടയ്ക്ക് വെച്ച്. എന്തായാലും അവര് അതൃപ്തരാണ്, പൂർണ്ണമായും തൃപ്തരല്ല എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ രാഷ്ട്രീയ കാര്യം. പക്ഷെ ബഹുഭൂരിപക്ഷ ആളുകളും ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ട മണ്ണിലൂടെയാണ് ഇടതുവിടെ പുരോഗമന ചിന്തകൾ ഉണ്ടായതെന്നും ഇവിടെ കേരളത്തിൽ മാറ്റം ഉണ്ടായെന്നും അതിൽ നിന്നാണ് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായെന്നും ജാതിക്കെതിരെയുള്ള സമരങ്ങൾ നയിച്ചതെന്നും ഒക്കെ കേരള ചരിത്രം വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാവരും ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെ ആവുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് അത്ര ഭയങ്കര എന്താണ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കമ്മ്യൂണൽ ടോളറൻസ് ഉള്ള ആളുകളാണ്. അവരങ്ങനെ കമ്മ്യൂണൽ ഇൻടോളറൻസ് ഒന്നുമില്ല. ഈ പ്രീണനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊക്കെ മേഖലകളിൽ പതനം ഉണ്ടായി എന്നത് അംഗീകരിക്കാൻ പോലും ഇടതുപക്ഷത്തിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുകയാണ്. MK ഹരിദാസ്, ആലപ്പുഴയിലൊക്കെ നമ്മൾ ആ വലിയ മാറ്റം കണ്ടതാണ്. പക്ഷെ എനിക്ക് ആദ്യം ജയരാജിനോട് മറുപടി പറയാനും അതിനൊരു 30 സെക്കൻഡ്. സ്വജനപക്ഷപാതം നടന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു ഏജൻസിക്ക് മുന്നിലും ഒരു തെളിവ് കൊടുക്കാനും ഒന്നും സാധിക്കാത്ത അന്തം വിട്ട് നിൽക്കുകയാണ് കേരളത്തിലെ. KT ജലീൽ എന്തിനാണ് സാർ രാജിവെച്ചത്? KT ജലീൽ രാജിവെച്ചത് സ്വജനപക്ഷപാതത്തിന്റെ പേരില് ലോകായുക്തയിൽ നിന്നും വന്ന ഒരു വിധി ഹൈക്കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി ചോദിച്ചത് എന്താ, ഇദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി തുടരുകയാണോ എന്നാണ് ചോദിച്ചത്. EP ജയരാജൻ കുറച്ചു കാലത്തെങ്കിലും രാജിവെക്കേണ്ടി വന്നത് എന്താണ് സാർ? അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴത്തെ കാര്യം പറയും സമയം തരികയാണെങ്കിലോ ഒരു ഡസൻ സ്വജനപക്ഷപാതത്തിന്റെ കാര്യം എനിക്ക് മാത്രം അറിയാം. പിന്നെ ഇവിടെ BJP വക്താവ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല നീലിമ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കേരളത്തിലെ BJPക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ നിന്നും വൈപ്പ് ഔട്ട് ചെയ്യത്തക്ക പ്രാപ്തി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നേതൃത്വത്തിന്റെ അഭാവം അങ്ങേയറ്റം നേരിടുകയാണ് BJP. ഇനി മാത്രവുമല്ല, നേതൃത്വത്തിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പീസവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ BJPയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈശവ ദിശയിലാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ നേതാക്കൾ തമ്മിൽ തെല്ലുമ്പോൾ CPM എന്ന് പറയുന്ന വലിയൊരു വടവൃക്ഷത്തെ BJPയെ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനോട് യോജിപ്പില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടല്ല, എനിക്കതിനോട് യോജിപ്പില്ല. ഇനി അങ്ങനെ സംഭവിക്കാനുള്ള ഏക സാധ്യത ഞാൻ കാണുന്നത്, സച്ചിദാനന്ദൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ പറഞ്ഞുവല്ലോ, മൂന്നാമത് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന്. മൂന്നാമതും പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ, CPM എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ബലക്ഷയം വന്ന ഒരു വൃക്ഷമായി CPM നിലംപതിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അധികാരം മത്ത് പിടിപ്പിച്ച ഒന്നാം നിര രണ്ടാം നിര നേതാക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഒന്നാം നിര രണ്ടാം നിര നേതാക്കളുടെ 2014 മുമ്പുള്ള സാമ്പത്തിക ശേഷിയും ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷിയും പരിശോധിച്ചു കഴിഞ്ഞാൽ അധികാരം അവർക്കൊരു വരുമാന മാർഗമായി അവർ കൊണ്ടു നടന്നോ എന്നും താഴെ തട്ടിലേക്ക് കൂടി അതിന്റെ വ്യാപ്തി എത്തിയോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അല്ലാതെ BJPയുടെ വളർച്ച കൊണ്ടോ കോൺഗ്രസിൽ അന്തചിത്രം കൊണ്ടോ CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് പറയോ, ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ വരുമാന മാർഗമായി നേതാക്കൾ ചിത്രീകരിച്ച് കൊണ്ടു നടക്കുമ്പോൾ ഇതിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള
ഒരുപാട് പാവങ്ങളുണ്ട്. ഈ പാർട്ടി കൊണ്ട് കേരളം രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടല്ലോ. ഷൊർണൂർ ഉണ്ടാക്കിയ അപ്പം എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് ദിവസം 1750 രൂപ ഉണ്ടാക്കൂ എന്ന് പറയുന്ന പാർട്ടിയുടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ളവര്, അത് വിശ്വസിക്കുന്നവർ കേരളത്തിൽ ഉണ്ട് എന്ന് വരികിൽ പാർട്ടിയാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM-ലുള്ളപ്പോ CPM-നെ ഇപ്പോഴത്തെ BJP-യുടെ ശക്തി വെച്ചിട്ട് കേരളത്തിൽ ഇല്ലാതാക്കാം എന്നുള്ളതൊക്കെ വ്യാമോഹമാണെന്നാണ് തോന്നുന്നത്. ഈ ഇപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് കൂടി, ഇപ്പൊ ഇവിടെ സംസാരിച്ച BJP വക്താവിനെക്കാട്ടിലും ഈ ജയരാജിനെക്കാട്ടിലും ഒക്കെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങേയറ്റം കുറഞ്ഞ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടായി ഇതിനെ കണ്ടാലും എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഓക്കെ, അതാണ് MK ഹരിദാസിന്റെ വിശകലനം. ശ്രീ രഘുനാഥ്, ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായ ഒരു മാറ്റം അത് ന്യൂനപക്ഷ പ്രീണനവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അതിനെ പോലും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് CPM-ന്റെ ഈ രേഖയിൽ, ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ഈ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളുന്നില്ല. എന്തുകൊണ്ടാണ് ഹൈന്ദവ വോട്ടുകളിൽ ഈ ഒരു വിള്ളൽ ഉണ്ടായതിൻ്റെ മുഖ്യമായ കാരണം? നമുക്കറിയാം, ഈ പലസ്തീൻ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇവിടെ എത്രയോ വലിയ സദസ്സുകൾ സംഘടിപ്പിച്ചു. ആ സമയം ബംഗ്ലാദേശിൽ കടുത്ത ഹൈന്ദവ വേട്ട നടക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഇവരാരും തയ്യാറായില്ല. ഈ കൃത്യമായ പ്രീണനം അണികൾ തിരിച്ചറിഞ്ഞു എന്നതല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? തീർച്ചയായും ഇടതു വലത് മുന്നണികൾ ന്യൂനപക്ഷ പ്രീണനവുമായി മുന്നോട്ട് പോയപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് CPM-നെ പറയാം. അതിനകത്തുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ അണികളും പ്രവർത്തകന്മാരും പാർട്ടിക്കെതിരായി ചിന്തിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. കേരളത്തിൽ പലസ്തീന് വേണ്ടി നിരവധിയായ സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ ബംഗ്ലാദേശിലുള്ള ഹൈന്ദവ ജനതയ്ക്ക് ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ ജനതക്കെതിരെ ന്യൂനപക്ഷ ആയ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന അതിക്രമത്തെ അപലപിക്കുവാൻ കേരളത്തിലെ ഇടത് വലത് ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരോ ഇടത് വലത് രാഷ്ട്രീയക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിലുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.